ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാമേ. അപ്പോൾ ഇതാ അമ്മ ഇങ്ങനെ പറമ്പിലൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ അവിടെ കണ്ടതാണ് കേട്ടോ, കാന്താരി മുളകാണിത്. വെള്ള കാന്താരി ഇല്ലേ, അതാണ് കേട്ടോ. അത് ആ മരത്തിൽ നിറച്ചുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. ഭയങ്കര എരിവുള്ള മുളകൊന്നും അല്ല കേട്ടോ, പക്ഷെ നിറച്ചുണ്ടായി നിൽപ്പുണ്ടേ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് ചെമ്മീൻ റോസ്റ്റൊക്കെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെമ്മീൻ റോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ മത്തി വാഴയിലയിൽ പൊള്ളിച്ചതും അതുപോലെ നെത്തോലി ഫ്രൈ ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിൽ ഉള്ളത്. അപ്പോൾ മത്തിയൊക്കെ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മത്തിയൊക്കെ അമ്മ തിരിഞ്ഞ് മാറ്റി വെക്കുകയാണ്. അതേപോലെ തന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു, ചെറിയ ചെമ്മീനാണ് കേട്ടോ. ചെമ്മീൻ ഉണ്ടായിരുന്നു, പിന്നെ നെത്തോലിയാണേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് അവിയലും കൂടി ഉണ്ടാക്കുന്നുണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നാത്തൂനിവിടെ ചെമ്മീനൊക്കെ എടുത്ത് കിള്ളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞ് ചെമ്മീനായതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ പതിയെ ആളങ്ങ് കിള്ളി എടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് ആൾ മോതിരമൊക്കെ നേരെ ഇട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ചെമ്മീനൊക്കെ കിള്ളിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ചേമ്പിലയിലാണ് കേട്ടോ, അവിടെ ചേമ്പിലയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചേമ്പിലയിലാണ് ആൾ കിള്ളി ഇടുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കിള്ളി ഇടാറ്. ചെമ്മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ചേമ്പില എടുത്തിട്ട് അതിലങ്ങ് കിള്ളിയിടും. അപ്പോഴാണ് ഞാൻ ഓർത്തത് അമ്മ മത്തി വെട്ടാൻ വേണ്ടിയിട്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നെന്ന്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണുമായിട്ട് ചെന്നപ്പോൾ അത് നല്ലൊരു പൂച്ചയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതിനെ എടുക്കാൻ ചെന്നപ്പോൾ ഫോണും കൊണ്ട് ചെല്ലണ കണ്ടിട്ടാണോ എന്താണോ അത് പെട്ടെന്ന് ഓടിപ്പോയി കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ വളർത്തുന്നതൊന്നും അല്ല, ഇങ്ങനെ മീനൊക്കെ വെട്ടുമ്പോഴത്തേക്കും മണം പിടിച്ചിട്ടൊക്കെ എവിടെ നിന്നൊക്കെയോ ഓടി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പൂച്ചയുടെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, അതും അങ്ങ് ഓടിപ്പോയി. ഞാൻ ഫോണുമായിട്ട് അങ്ങ് അടുത്ത് ചെന്നപ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് ഓടിപ്പോയി. അപ്പോൾ അമ്മ ഇവിടെ മത്തി വെട്ടുകയാണ്, നല്ല അടിപൊളി മത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മ മത്തി വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ മത്തിയുടെ തലയൊക്കെ പൂച്ചയൊക്കെ വന്ന് കഴിക്കുന്നുമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെടുത്ത് വെച്ചിരുന്ന അവിയലിൻ്റെ കഷ്ണമൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അരിഞ്ഞ് വെച്ചു. അതേപോലെ തന്നെ മത്തി പൊള്ളിക്കാനാണല്ലോ, അപ്പോൾ മത്തി പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളി ഇഞ്ചിയൊക്കെ കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഞാനതൊക്കെ അങ്ങ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അത് ഞാൻ പെട്ടെന്ന് തന്നെ കുക്കറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉള്ളിയും ഇഞ്ചിയൊക്കെ അങ്ങ് ചതച്ചു. അപ്പോൾ അമ്മ വാഴയില വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വാഴയിലയിൽ പൊള്ളിക്കാനാണല്ലോ പരിപാടി, നമ്മുടെ മത്തിയൊക്കെ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ, വാഴയിലയിൽ പൊള്ളിക്കുന്നത്. മത്തിയെന്നല്ല, ഏത് മീൻ വേണമെങ്കിലും നമുക്ക് പൊള്ളിച്ചെടുക്കാമേ. അപ്പോൾ വാഴയിലോട്ട് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ളത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ വാഴയിലയിൽ പൊള്ളിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തിയല്ല, അയില പൊള്ളിക്കുന്നൊരു വീഡിയോ ഉണ്ട് കേട്ടോ, നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റെസിപ്പിയൊക്കെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ, അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടേ കണ്ടിട്ടുള്ളതാണ്, ഈ മത്തി പൊള്ളിക്കുന്നതൊക്കെ. അതുകൊണ്ട് എനിക്കറിയാം ഇത്. അപ്പോൾ മസാല അമ്മ വാഴയിലയിൽ പുരട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് അതിലേക്ക് മീനിട്ട് കഴിഞ്ഞാൽ, ഇലയിലോട്ട് ഡയറക്റ്റ് മീനിട്ടിട്ട് മസാല പുരട്ടി കഴിഞ്ഞാലേ മുള്ളു കൊണ്ടിട്ട് ഇല പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അമ്മ ചട്ടിയിലിട്ടിട്ട് അങ്ങ് പുരട്ടിയെടുക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ അവിയൽ ഒക്കെ വിസിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് കുക്കറിൽ. സാധാരണ കുക്കറിലല്ല കേട്ടോ അവിയൽ വെക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അവിയലിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് കുക്കറിൽ ഇടാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിക്കാനാണ് പതിവ്. അപ്പോൾ കുക്കറിൽ വിസിൽ വന്നു. ഒരു വിസിൽ വന്നപ്പോൾ തന്നെ നമ്മളങ്ങ് ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയും മതിയാവും അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മത്തിയൊക്കെ അമ്മ മസാലയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ടൊക്കെ പുരട്ടിയതിന് ശേഷം ഓരോ മീനായിട്ട് പെറുക്കി ഇലയിൽ വെച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. മത്തി പൊള്ളിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു നാടൻ ഊണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തി പൊള്ളിക്കുന്ന വീഡിയോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ, ഇങ്ങനെ മത്തി പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, സൂപ്പറാണേ. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്
നമ്മളിത് സ്റ്റൗവിൽ വെക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ നല്ല നാടൻ കറിവേപ്പില, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ. അത് പറിച്ചിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് അമ്മ ഇല എടുത്തിട്ട് അതിലേക്ക് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ മത്തി പൊള്ളിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അങ്ങ് ഞാൻ തുറന്ന് നോക്കിയാണ്, പക്ഷേ തിളയൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും അങ്ങ് അടച്ചു വെച്ചു. അപ്പോഴേക്കും ചെമ്മീനൊക്കെ കിള്ളിക്കൊണ്ട് നാത്തും വന്നിട്ടുണ്ടായിരുന്നു. നാത്തും അതിനകത്തോട്ട് 2-3 ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതേപോലെ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് ഒരു പാനിലിട്ട് വറുത്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായപ്പോഴത്തേക്കും ചെമ്മീനൊക്കെ അങ്ങ് പെറുക്കി നിരത്തി അങ്ങ് വയ്ക്കുന്നുണ്ടേ. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. അപ്പോൾ തീ കുറച്ച് വെച്ച് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് അവിയലിനുള്ള തേങ്ങയൊക്കെ അരച്ചെടുക്കാൻ പോകണം കേട്ടോ. അവിയലിലോട്ട് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും ജീരകവും, നല്ല ജീരകവും, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ വെന്ത് വന്ന നമ്മുടെ കഷ്ണത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല അടിപൊളി കട്ടത്തൈരാണ് കേട്ടോ. അതിൽ നിന്നൊരു 2 സ്പൂൺ തൈര് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തൈരിൻ്റെ പകരം നമ്മൾ തക്കാളിയൊക്കെ ചേർക്കാറുണ്ടല്ലേ. അപ്പോൾ തക്കാളി ചേർക്കണമെങ്കിൽ തക്കാളി ചേർക്കാമേ. അപ്പോൾ നമ്മൾ തൈര് ഉണ്ടായിരുന്നതുകൊണ്ട് 2 സ്പൂൺ തൈര് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് നമ്മൾ തട്ടിപ്പൊത്തിയത് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മളിത് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ വെച്ചതും നമ്മൾ വറുത്ത് കോരി ഒരു ഇടത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ടേ. ഇനി നമ്മളിതിലേക്ക് ഈ പാനിലോട്ട് തന്നെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൊള്ളിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മത്തി ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തി പൊള്ളിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാമേ. അപ്പോൾ നമ്മൾ ചെമ്മീൻ വറുത്ത് മാറ്റി വെച്ച പാനിലോട്ട് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടൊന്ന് മൂപ്പിക്കാൻ കേട്ടോ. തേങ്ങാക്കൊത്ത് ഇട്ടാൽ സൂപ്പർ ടേസ്റ്റാണ്. ഇടയ്ക്ക് നമ്മൾ കഴിക്കുമ്പോൾ തേങ്ങാക്കൊത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു അടിപൊളിയാണ്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഒരു വലിയ സവോള നൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അതും കൂടിയിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഇളക്കിയതിന് ശേഷം തക്കാളിയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിരിക്കുകയാണേ. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നെത്തോലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നെത്തോലി അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ പൊരിക്കാനായിട്ടുള്ള മസാലയൊക്കെ നമ്മൾ നോർമലി ചേർക്കാറുള്ളത് തന്നെയാണ് കേട്ടോ. സാധാരണ പോലെ തന്നെയാണ്, എക്സ്ട്രാ ഒന്നുമില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും ചേർത്തിട്ടില്ലായിരുന്നു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് പെരട്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ നെത്തോലിയിൽ ചേർത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ റോസ്റ്റിനുള്ള തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് തേങ്ങാപ്പാലും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഞാനിവിടെ നാത്തൂനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലും കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ആൾ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയ പരിവാക്കി എടുക്കണം കേട്ടോ. ഒരുപാട് ഇങ്ങനെ വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു കുറുകിയ ചാറോട് കൂടിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇതുണ്ടായിരുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് തീയൊന്നും കൂട്ടി വെച്ചിട്ടില്ല. കുറഞ്ഞ തീയിലിരുന്ന് ആ തേങ്ങാപ്പാലൊക്കെ ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് വരട്ടി എടുത്തിട്ടില്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുത്തത് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ നെത്തോലിയും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ അത്യാവശ്യം കറികളൊക്കെ അങ്ങനെ ആയി. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് കഴിച്ചു. ചോറും നമ്മുടെ നെത്തോലി ഫ്രൈയും ചെമ്മീൻ റോസ്റ്റും മത്തി പൊള്ളിച്ചതും പിന്നെ അവിയലും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ
കുറച്ച് മോര്, പച്ചമോരില്ലേ, പച്ചമോരും ഇഞ്ചിയും പച്ചമുളകും അതേപോലെ ഇത് നമ്മുടെ കറിവേപ്പിലൊക്കെ കൂടിയിട്ടിട്ടുള്ള പച്ചമോരൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ ചോറൊക്കെ നമ്മൾ കാര്യമായിട്ടൊക്കെ വിളമ്പിയിട്ടുണ്ടായിരുന്നു വിഭവങ്ങളൊക്കെ, പക്ഷെ അത് കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അമ്മ ഇത് എങ്ങോട്ടാണ് നടന്നു പോകുന്നത് എന്നുള്ളത് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറയാമേ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്